പാർവതിയോട് ചോദിക്കാം, അപ്പൊ വീട്ടുകാര് ഇതുപോലെ വേണ്ട എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പാർവതി അതിനെ എതിർത്ത് മുന്നോട്ട് പോകുമായിരുന്നോ അതോ അവർ പറയുന്നത് കേൾക്കുമായിരുന്നു? കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഞാൻ എൻ്റെ പേരൻസിനോട് പറയുന്ന ആദ്യത്തെ വ്യക്തിയാണ് ബാലഗോപാൽ എന്ന് പറയുന്ന ആള്. അപ്പം എനിക്കത് പറയണമെങ്കിൽ എനിക്ക് ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നുമല്ല, നമുക്കെല്ലാം ഓപ്പൺ ആയിട്ട് നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാൻ കഴിയുന്നുണ്ട്. ഇപ്പം പണ്ടാണെങ്കിൽ നമ്മൾ ടെൻഷൻ, ഷോ ഞാൻ എങ്ങനെ പറയും, യോ അച്ഛനൊക്കെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അടിക്കത്തില്ലേ, ഇങ്ങനെയൊക്കെ. പക്ഷെ നമുക്കിപ്പം എല്ലാം നമുക്ക് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട മൂവീസിന്റെ ഷീലയ്ക്ക് നസീറിനോടുള്ള ഇഷ്ടം വീട്ടിൽ പറയാൻ പേടിയാണ്. എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, ഞാൻ ആദ്യം എന്റെ വീട്ടിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അവരുടെ സന്തോഷം എനിക്ക് വലുതാണ്. എനിക്ക് ഇവിടെ ഇപ്പം ഒരാൾക്ക് ദുഃഖം കൊടുത്തിട്ട് എനിക്ക് ബാക്കി ഒരാൾക്ക് എനിക്ക് സന്തോഷം കൊടുക്കാൻ എനിക്ക് താല്പര്യം. എനിക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ അങ്ങനെ കരുതുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അപ്പം ഇന്ന ദിവസം ഇവർ വരുമെന്നും പറഞ്ഞു. അപ്പം എല്ലാ കാര്യങ്ങളും പ്രൊസീഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോയി. എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ ലൈക്ക് മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ചിലവർക്കുണ്ട് മ്യൂസിക് ഡയറക്ഷൻ ആയാലും ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി ആയിരിക്കും, എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ആണ് വലുത്. സോ ഞാൻ എന്തായാലും ഇതിൽ തന്നെ കണ്ടിന്യൂ. ബാലഗോപാലിനോട് ഇതുപോലെ ഫാമിലിയിൽ ആക്ട്രസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തും പറഞ്ഞു ഒരു ആക്ട്രസ് ആണ്, അത് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു അതാ പറഞ്ഞു, ഞാൻ ആദ്യം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദേ ആർ ഹാപ്പി ബിക്കോസ് ഇതുവരെ ഞാൻ എടുത്ത തീരുമാനങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങളും അന്വേഷിക്കൂ എൻ്റെ അച്ഛൻ്റെ അമ്മ. പക്ഷെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും അവർ ഫാമിലിയെ മൊത്തം എൻ്റെ വീട്ടുകാർക്ക് അറിയാം. അതാണ് ഈ കലഹങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ പ്രണയിക്കാൻ കഴിയൂ എന്നുള്ളതും കവിതകൾ വായിച്ച് അതിന്റെ സുഖം അനുഭവിച്ചാൽ മാത്രമേ പ്രണയിക്കാൻ കഴിയുന്നുള്ളതേ ഇല്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കല്യാണത്തിന് ശേഷം വ്യത്യാസമുണ്ട്. ഫാമിലി എന്നുള്ളത് ഒരു വലിയ വ്യത്യാസം. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ജോയിന്റ് ഫാമിലിയാണ്. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഫീലിംഗ്സ് ഓഫ് ഓൾ ദ പീപ്പിൾ. സമ്മതിക്കൂല. പ്രത്യേകിച്ചും നമ്മളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഫാമിലി എന്നാണ് ഒരാള് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടാൽ തീർന്നു. പൂട്ടിയിടലും അടിയിട്ടലും അങ്ങനത്തെ കുറെ ഡ്രാമാസ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ എന്താണ് ഒരു ഐസൊലേറ്റഡ് ഫാമിലി. ഇപ്പൊ എന്റെ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഫ് ദ സംതിങ് ഷീ ഈസ് വെരി ഫ്രീ, ഷീ ക്യാൻ ഓപ്പൺലി കം ആൻഡ് ടെൽ മീ. എന്റെ കാലഘട്ടത്തിൽ എനിക്ക് എന്റെ അമ്മാവൻ കേൾക്കോ, അങ്ങനെ കുറെ ഫാമിലി ജോയിന്റ് ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് യു ആർ വെരി ലക്കി ദാറ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ അമ്മ കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു കൺഫൈൻഡ് റൂമിനകത്ത് മാത്രം ഒതുങ്ങിയ ഒരു ചർച്ചയാണ്. അത് പുറത്തോട്ട് പോകണ്ട. ഫാദർ മദർ ക്യാൻ ടേക്ക് എ വെരി പ്രോപ്പർ ഡിസിഷൻ എന്നിട്ട് പറയാം യെസ് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത്. മൈ ഫാദർ വാസ് വെരി സപ്പോർട്ടീവ്.